ഇപ്പം ഗണപതി മിത്ത് ഒരു വിഷയമുണ്ടായി. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഗണപതി മിത്താണ് അല്ലെന്നാര് പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ഒരു ചോദ്യമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതേപോലെ പറയാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം ചോദിക്കും ആര് പറഞ്ഞു, അങ്ങനെ ആര് പറഞ്ഞു. അതായത് ഞാനത് പറഞ്ഞതാണ്, റെക്കോർഡ് ചെയ്തതാണ്, ഇവിടെയുള്ള ആൾക്കാർ കണ്ടതാണ്, ഇവിടുത്തെ സറ്റയർ പ്രോഗ്രാംസിൽ ഉൾപ്പെടെ അതിനെ ഉൾപ്പെടുത്തിയതാണ് എന്നത് അറിഞ്ഞിട്ടും പിറ്റേ ദിവസം വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ജനങ്ങളെ മണ്ടന്മാരാക്കില്ലല്ലോ. ജനങ്ങൾ അതുകൊണ്ട് മണ്ടന്മാരാവുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരോടുള്ള ഒരു ഇമ്പ്രഷനല്ലേ പോകുക. അവരത് പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ ശരിയാ, പുള്ളി അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ആർക്കെങ്കിലും കരുതാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ക്ലോസസ്റ്റ് ആണി അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല. ഓ മാഷ് ഉരുളുകയാണ് എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ അന്നേരം ആ ആളിൻ്റെ വിലയല്ലേ പോവുക. അയാളുടെ ഒരു ക്രെഡിബിലിറ്റി, ദീർഘകാലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൽപ്പേര്, ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തെറ്റുണ്ടാവുന്നു എന്ന രീതിയിലത്തേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി, അങ്ങനെയെങ്കിൽ എനിക്ക് ആദ്യം ഉണ്ടാവേണ്ട സംഭവം എന്ന് വെച്ചാൽ ഞാനത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, വേണമെങ്കിൽ നാക്കുപിഴ എന്ന് പറഞ്ഞു, ഈസിയസ്റ്റ് എസ്കേപ്പ് റൂട്ടാണ്, അത് ഞാൻ ഒത്തിരി പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞപ്പോൾ ഒരു അന്തസ്സുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറി, പക്ഷേ സ്റ്റിൽ അതിനകത്തുള്ളൊരു അന്തസ്സുണ്ട്, തെറ്റുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം ഇൻവിൻസിബിൾ, തെറ്റുവരുത്താത്ത, തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരും ഇതുപോലെ പറയുന്നത്. ആൾക്കാരെ മണ്ടന്മാരാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പം ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഇരുട്ടാവുന്നുള്ളൂ, ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ളവർ കാണുക എന്നൊരു സംഭവം. കണ്ണടച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെല്ലാം കാണുക. അത് അവർക്ക് തന്നെയാണ് ചീത്തപ്പേര്, നാണക്കേട്.